ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊന്ന് കോളിഫ്ലവർ കറി നോക്കാം. നമുക്കൊന്ന് കോളിഫ്ലവർ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് തിളച്ച ശേഷം നമുക്ക് കോളിഫ്ലവർ ഇട്ട് ഒന്ന് വേവിച്ച് കോരി മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് കോൺഫ്ലവർ മാവ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പം 2 സവാള നമുക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മീഡിയം സവാളയാണ്. നന്നായി ഇളക്കി കൊടുക്കാം. 2 ചെറിയ തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. ഇനി നമുക്കൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മുളകിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സോയ സോസ് 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്ക് 1/2 സ്പൂണ് ഗാർലിക് ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി 1/2 സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു തിളച്ചൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. മുട്ടയും കോളിഫ്ലവറും കൂടെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. കമൻ്റ് അറിയിക്കുക. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പത്തിനൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്.